നമസ്കാരം. PSC കേരള നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 18ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട. കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട. ഉത്തരങ്ങൾ അവസാനത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആൻസർ ചെയ്തു നോക്കുക. വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട. ആൻസർ ഫോർട്ട് മാനുവൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിദ്യാകേന്ദ്രം. ആൻസർ കാന്തളൂർ ശാല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന രാജാവ്. ആൻസർ വിക്രമാദിത്യ വരഗുണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആൻസർ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം 1750. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ, വർഷം 1750. അടുത്ത ക്വസ്റ്റ്യൻ, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ. ആൻസർ ഡില്ലനായി. അടുത്ത ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ആൻസർ 1741. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾഗാട്ടി കൊട്ടാരം ഏത് ജില്ലയിലാണ്? ആൻസർ എറണാകുളം. ബോൾഗാട്ടി കൊട്ടാരം എറണാകുളം ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ഉദയംപേരൂർ സിംഹദോസ് നടന്ന വർഷം. പ്രസിദ്ധമായ ഉദയംപേരൂർ സിംഹദോസ് നടന്ന വർഷം. ് 1599. അടുത്ത ക്വസ്റ്റ്യൻ, ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന നാട്. ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന നാട്. ആൻസർ കായംകുള. അടുത്ത ക്വസ്റ്റ്യൻ, INS കുഞ്ഞാലി എന്ന നാവിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? INS കുഞ്ഞാലി എന്ന നാവിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ
മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്ന്? ആൻസർ 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. വർഷം, ദിവസം 1809 ജനുവരി 11. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ സഹായിച്ച ആദിവാസി വിഭാഗം? പഴശ്ശി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ, അതിന്റെ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ചാൽ മതി. പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ സഹായിച്ച ആദിവാസി വിഭാഗം ആരാണ്? ആൻസർ കുറിച്യർ. കുറിച്യർ വിഭാഗത്തിന്റെ നേതാവ് പറയാം, തലക്കൽ ചന്തുവ. പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ. കുറിച്യർ വിഭാഗത്തിന്റെ നേതാവ് തലക്കൽ ചന്തു. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ? പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ? ആൻസർ KM പണിക്കർ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശി രാജാവ്. പഴശ്ശി രാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി സ്മാരകം ഏത് ജില്ലയിലാണ്? പഴശ്ശി സ്മാരകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ചോദ്യോത്തരമുണ്ട്, കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. പഴശ്ശി സ്മാരകം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ്. അപ്പോൾ ഓർക്കുക, പഴശ്ശി സ്മാരകം വയനാട് ജില്ലയിലാണ്, മാനന്തവാടി. വയനാട് ജില്ലയിൽ മാനന്തവാടി. ഇനി പഴശ്ശി മ്യൂസിയം എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ, പഴശ്ശി മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട് ജില്ല. പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. ഇനി പഴശ്ശി ജലസംഭരണി ഏത് ജില്ലയിലാണ്? പഴശ്ശി ജലസംഭരണി കണ്ണൂറാണ്, കണ്ണൂർ. അപ്പൊ പഴശ്ശി സ്മാരകം വയനാട് ജില്ല, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ജലസംഭരണി കണ്ണൂർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തം പേരിൽ നാണയം ഇറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരി? സ്വന്തം പേരിൽ നാണയം ഇറക്കിയ കേരളത്തിലെ ആദ്യ ഭരണാധികാരി? ആൻസർ രവിവർമ്മ കുലശേഖരൻ. രവിവർമ്മ കുലശേഖരൻ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് നഗരത്തിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെറ്ററിൽ സ്റ്റാച്യുവിന് പകരം രാജീവായി പോയി. ക്വസ്റ്റ്യൻ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് നഗരത്തിലാണ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി ന്യൂയോർക്കിലാണ്, ന്യൂയോർക്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കലിംഗ പുരസ്കാരം നൽകുന്ന രാജ്യാന്തര സംഘടന? കലിംഗ പുരസ്കാരം നൽകുന്ന രാജ്യാന്തര സംഘടന? ആൻസർ യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകുന്ന രാജ്യാന്തര സംഘടന യുനെസ്കോ. ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ച രാജ്യാന്തര സംഘടന? ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ച രാജ്യാന്തര സംഘടന? ആൻസർ റെഡ് ക്രോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്?
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്? ആൻസർ നെപ്പോളിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന രക്തരഹിത വിപ്ലവം നടന്നത് എപ്പോൾ? മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന രക്തരഹിത വിപ്ലവം നടന്നത് എവിടെ? ആൻസർ ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകായുക്ത ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം? ലോകായുക്ത ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം? ആൻസർ ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, തുരിശ് ചൂടാക്കിയാൽ നീല നിറം നഷ്ടമായി വെള്ള നിറമായി മാറുന്നു, കാരണം? തുരിശ് അഥവാ കോപ്പർ സൾഫേറ്റ് ചൂടാക്കിയാൽ അതിന്റെ നീല നിറം നഷ്ടമായി വെള്ള നിറമാകും, കാരണം എന്ത്? ആൻസർ ജലാംശം നഷ്ടമാവുന്നതിനാൽ. ജലാംശം നഷ്ടമാവുന്നതിനാലാണ് അതിന്റെ നീല നിറം മാറി വെള്ള നിറമാകുന്നത്. ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ ഉത്തരം ഫോർട്ട് മാനുവൽ, 2 കാന്തളൂർ ശാല, 3 വിക്രമാദിത്യ വർമ്മൻ, 4 ആറ്റിങ്ങൽ കലാപം, 5 1750, 6 ദില്ലനായി, 7 1741, 8 എറണാകുളം, 9 ശിവപ്പ നായ്ക്കർ, 10 1599, 11 കായംകുളം, 12 മുംബൈ, 13 1809 ജനുവരി 11, 14 കുറിച്യർ, 15 KM പണിക്കർ, 16 വയനാട് മാനന്തവാടി, 17 രവിവർമ്മ കുലശേഖരൻ, 18 ന്യൂയോർക്ക്, 19 യുനെസ്കോ, 20 റെഡ് ക്രോസ്, 21 നെപ്പോളിയൻ, 22 ബ്രിട്ടൻ, 23 ഒഡീഷ, 24 ജലാംശം നഷ്ടമാകുന്നതിനാൽ. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ക്ലാസ് ഇഷ്ടമായവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം. നമസ്കാരം.